പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബൗളിൽ 1 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തലേ ദിവസം ഉണ്ടാക്കിയ ചോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിരുന്നതാണ്. നമ്മൾ രാവിലെ കഴിക്കുന്ന അപ്പം, ഇഡ്ഡലി, ദോശയൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഏറെ നാളായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനൊരു ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമാണ് തലേ ദിവസത്തെ ചോറ് കൊണ്ട് ഞാൻ ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാക്കി രാവിലെ കഴിച്ചത്. ഈ ചോറിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചോറ് വെള്ളം കളയാതെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് യോഗർട്ടാണ്. തൈരല്ല എടുക്കേണ്ടത്. ഫ്ലേവേർഡ് യോഗർട്ടും ഉണ്ടാവും, അതും എടുക്കരുത്. പ്ലെയിൻ യോഗർട്ട് തന്നെ എടുക്കുക. ഇനി ഈ ചോറിലേക്ക് നമുക്ക് യോഗർട്ട് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചോറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2.5 ചേർക്കാം. ഇത് കുറച്ച് കൂടുതൽ ചോറുണ്ടതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം യോഗർട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി എന്നിവ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ചെറിയ ഉള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇവ ഓരോന്നായിട്ട് നമുക്ക് ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരാൾക്ക് 1 കപ്പ് ചോറ് എടുത്താൽ മതി. ഇത് 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്, അതുകൊണ്ടാണ് കുറച്ചധികം ചോറെടുത്തത്. ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത ചോറ് ഒരു 15 ദിവസം രാവിലെ കഴിക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പം, ദോശ, പുട്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കാൻ പറഞ്ഞു. കൂടെ ചായ, കോഫിയും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ തൊണ്ടയ്ക്ക് എപ്പോഴും എരിച്ചിലായിരുന്നു. കൂടാതെ ഇടയ്ക്കിടയ്ക്കൊരു ബ്ലഡിൻ്റെ ചുവയും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്. ആയുർവേദ, അലോപ്പതി, ഹോമിയോ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നോക്കി കുറേയധികം മെഡിസിനും കഴിച്ചതായിരുന്നു. എന്നിട്ടും ഒരു കുറവും വന്നിട്ടില്ലായിരുന്നു. പിന്നീട് കൺസൾട്ട് ചെയ്ത ഒരു ഡോക്ടറാണ് എനിക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിച്ചത്. അപ്പോൾ 15 ദിവസം ഇങ്ങനെ കഴിച്ചപ്പോഴേക്കും ഒരു 90% എനിക്കത് മാറിക്കിട്ടി. ബ്ലഡിൻ്റെ ചുവ വരുന്നതെല്ലാം പൂർണ്ണമായിട്ടും മാറി. പിന്നെ ആഴ്ചയിൽ 3 ദിവസം ഇതുപോലെ തുറന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കഴിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലത്തെ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഒരു നേരം ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വയറിന് നല്ലൊരു തണുപ്പാണ് ഇങ്ങനെ കഴിച്ച ദിവസങ്ങളിൽ. യോഗർട്ട് ഇടയ്ക്കൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും വളരെ നല്ലതാണ്. കാരണം നമ്മുടെ വയറ്റിലെ ചീത്ത ബാക്ടീരിയയുടെ അളവ് കുറച്ചിട്ട് നല്ല ബാക്ടീരിയ ഉണ്ടാവാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നുണ്ട്. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.